എനിക്ക് ശ്രീ തോമസ് ചാഴികാടനുമായി വളരെ അടുത്ത വ്യക്തിബന്ധങ്ങളുണ്ട്. അദ്ദേഹം ഈ മണ്ഡലത്തിൽ ലോകസഭാ സ്ഥാനാർത്ഥിയാണെന്ന് അറിഞ്ഞപ്പോൾ പ്രത്യേകിച്ചൊരു സന്തോഷം തോന്നി. കാരണം 100% ഫണ്ട് വിനിയോഗിച്ച MP ആണ് അദ്ദേഹം. അങ്ങനെ കേരളത്തിൽ ഒരാളുണ്ടോ സംശയമാണ്. അത്തരം കാര്യങ്ങളിൽ നിയോജകമണ്ഡലത്തോട് കൂറ് പുലർത്തിയ, പ്രതിബദ്ധത പുലർത്തിയ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹം വീണ്ടും ലോകസഭയിൽ എത്തേണ്ടത് കോട്ടയംകാരുടെ മാത്രം ആവശ്യമല്ല, കേരളത്തിൻ്റെ ആകെ ആവശ്യമാണ്. കാരണം കേരളത്തിൻ്റെ ശബ്ദം ലോകസഭയിൽ ഉയർത്താൻ കഴിഞ്ഞ ലോകസഭാ കാലത്ത്, കഴിഞ്ഞ 5 കൊല്ലത്തിനിടയ്ക്ക് ശ്രമിച്ച ഒരു MP ആണ് അദ്ദേഹം. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് വേണ്ടി കഴിയാവുന്ന തരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാവരും സഹായിച്ച് അദ്ദേഹത്തെ നല്ല ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കാൻ തയ്യാറാകണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. ഞാൻ ഡോക്ടർ വിമൽ ശർമ്മ, ഞാനൊരു ഹോമിയോ ഡോക്ടറാണ്. ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം മെഡിക്കൽ കോളേജിന്റെ വികസനം, അണ്ടർ പാസേജ് വരുന്നു. അതുപോലെ തന്നെ നാഷണൽ ആയുഷ് മിഷന്റെ കീഴിലുള്ള ധാരാളം പ്രവർത്തനങ്ങൾ, ആയുർവേദ ഡിസ്പെൻസറികളുടെ ആണെന്നുണ്ടെങ്കിലും ഹോമിയോപ്പതി ഡിസ്പെൻസറിയുടെ ആണെന്നുണ്ടെങ്കിലും ധാരാളം വികസനോന്മുഖമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ ഈ ഒരു കാലയളവിൽ വന്നിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ തന്നെയാണ് നമ്മൾ വീണ്ടും പാർലമെന്റിലേക്ക് നമ്മൾ അയക്കേണ്ടത്. ഇപ്പൊ പാർലമെന്റ് എന്നുള്ളത് ഇന്ത്യയുടെ ഒരു മിനി ഇന്ത്യ ആണെന്നാണ് പറയുന്നത്. അപ്പം മിനി ഇന്ത്യയുടെ ഭാഗമാകാനായിട്ട് തീർച്ചയായിട്ടും യോഗ്യനായിട്ടുള്ള വ്യക്തിയാണ് തോമസ് ചാഴികാടൻ. മാത്രമല്ല ഒരു CA കാരനാണ് എന്നുള്ളതും അത് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ വളരെയധികം ഗുണം ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും എൻ്റെ വോട്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഈ വികസനോന്മുഖമായിട്ടുള്ള പ്രവർത്തനങ്ങളെ മുൻനിർത്തിയാണ്. അദ്ദേഹത്തിനായിരിക്കും തീർച്ചയായിട്ടും എൻ്റെ വോട്ട്. നിങ്ങളുടെ എല്ലാവരുടെയും വോട്ട് അദ്ദേഹത്തിന് കൊടുക്കേണ്ടത് കാലത്തിന്റെ അനിവാര്യതയാണ്. ഞാൻ സുനിൽ ജോസഫ് പുഴക്കാനക്കുഴി. കഴിഞ്ഞ 3 നോയമ്പ് തിരുനാളിനോടനുബന്ധിച്ച് 10,000-കണക്കിന് തീർത്ഥാടകർ എത്തിച്ചേർന്ന വൈക്കം റോഡ് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനുകൾക്ക് പ്രത്യേക സ്റ്റോപ്പ് അനുവദിച്ച ശ്രീ തോമസ് ചാഴികാടന് എൻ്റെ വോട്ട്. നാടിൻ്റെ എല്ലാ കാര്യങ്ങളിലും, പ്രത്യേകിച്ച് നമ്മുടെ ഈ കുറവലങ്ങാട് പ്രദേശത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും പ്രത്യേകമായി ഇടപെടുന്ന തോമസ് ചാഴികാടന് നിങ്ങളുടെയും വോട്ട് നൽകി അദ്ദേഹത്തെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എൻ്റെ പേര് ജോർജ് നെടുവിലേക്കുറ്റെന്നാണ്. കഴിഞ്ഞ 60-65 വർഷമായിട്ട് രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് സജീവമായി നിലനിന്നിട്ടുള്ള ആളാണ്. തിരിച്ചും മറിച്ചും വ്യക്തികളെയും വ്യക്തിത്വത്തെയും പരിശോധിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് പരിശോധിക്കുമ്പോൾ പോലും ചാഴികാടനെ പോലെ വ്യക്തിത്വമുള്ള ഒരാളെ ഒരു സ്ഥാനാർത്ഥിയായി ലഭിച്ചു എന്നുള്ളത് കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ ഒരു ഭാഗ്യമായി കരുതാവുന്നേ ഉള്ളൂ. ഞാൻ ജോർജ് ഡിക്സൺ, മണിമലത്തടത്തിൽ കുറവലങ്ങാട് പഞ്ചായത്ത് 6-ാം വാർഡിൽ താമസിക്കുന്നു. ഞാൻ റിട്ടയർഡ് അധ്യാപകനാണ്. എൻ്റെ വീടിൻ്റെ മുൻപിലൂടെ കടന്നു പോകുന്ന റോഡ് വളരെ ശോചനീയാവസ്ഥയിലാണ്. അത് നല്ല രീതിയിൽ നിർമ്മിക്കുന്നതിന് വേണ്ടി പലരെയും സമീപിച്ചെങ്കിലും ആരും അതിന് തയ്യാറായില്ല. എന്നാൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട തോമസ് ചാഴികാടൻ MP അതിന് ശ്രമിക്കുകയും നല്ല രീതിയിൽ ലോകോത്തര നിലവാരത്തിൽ തന്നെ ആ റോഡ് പണിയാനുള്ള ഫണ്ടുകൾ അനുവദിച്ചു. 5 കോടി രൂപ അനുവദിച്ചു. ഞങ്ങൾക്കേറെ സന്തോഷമുണ്ട്. ഞങ്ങൾ ഇപ്രാവശ്യം തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ എല്ലാ കാര്യങ്ങളിലും എല്ലായ്പ്പോഴും ഞങ്ങളുടെ കൂടെയുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട തോമസ് ചാഴികാടൻ MPക്കായിരിക്കും ഞങ്ങളുടെ എല്ലാവരുടെയും വോട്ട്. അതുപോലെ നിങ്ങളും എല്ലാവരും ഇതുപോലെ വികസനത്തിന് വേണ്ടി മുന്നോട്ടിറങ്ങുന്നവർക്ക് നൽകണമെന്ന് ഞാൻ പ്രത്യേകം അപേക്ഷിക്കുന്നു. താങ്ക് യു. ഞാൻ ദേവമാതാ കോളേജ് എക്കണോമിക്സ് വിഭാഗം റിട്ടയർഡ് അധ്യാപകനും അതുപോലെ തന്നെ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് HOD-യുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വളരെ സൗമ്യമായ പെരുമാറ്റവും ശ്രേഷ്ഠമായ വ്യക്തിത്വവും ആരെയും ആകർഷിക്കുന്നതാണ്. മാത്രമല്ല മണ്ഡലത്തിൻ്റെ വികസന കാര്യങ്ങളെക്കുറിച്ച് ആരുടെ മുമ്പിലും പറയുന്നതിന്, മണ്ഡലത്തിൻ്റെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് പേടിയോ ഭയമോ ഇല്ലാതെ അദ്ദേഹം പ്രവർത്തിച്ചു എന്നതും വലിയൊരു കാര്യമാണ്. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ കേരളത്തിലെ 20 MP-മാരിൽ 100% MP ഫണ്ട് മണ്ഡലത്തിന് വേണ്ടി, മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നേടിയെടുക്കുവാൻ സാധിച്ചു എന്നത് ഏറ്റവും വലിയ കാര്യമാണ്. അദ്ദേഹത്തിന് കോളേജിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ, കോളേജിൻ്റെ അഭിമാനകരമായ ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന് എല്ലാവിധ വിജയ ആശംസകളും നേരുകയാണ്.